ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് ഹൈപ്പ് ബട്ടണും പ്രസ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നു. അതിനാൽ ഈ ചാനലിൽ വരുന്നതായിട്ടുള്ള എല്ലാ വിശേഷങ്ങളും കൂടുതലായിട്ട് നിങ്ങളിൽ എത്തിക്കാൻ വേഗം തന്നെ എത്തിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ടോടെ ഈ വീഡിയോയിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വീട്ടിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ ഇന്നലെ കണ്ടത് സുധിയുടെ ഷോറൂമിൽ വന്നിട്ട് ഒരു ജിമ്മം വന്നിട്ട് ഒരു ലെറ്റർ കൊടുക്കുകയാണ്. ലെറ്റർ കൊടുത്തിട്ട് പറയുകയാണ് ഇത് വായിക്കണമെന്ന് പറയും. വായിക്കുന്ന പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഫ്രം ടു എഴുതിയില്ലെന്ന് പറഞ്ഞാൽ ഇത് ഫ്രം ഞാൻ ടു താൻ അതുകൊണ്ട് എന്തിനാണ് അങ്ങോട്ട് ഫ്രം ടു വെക്കുന്നത്, തനിക്ക് വായിക്കാൻ പറ്റുന്ന വായിക്കുമെന്ന് പറയുക. അപ്പോൾ തന്നെ കടക്കാരൻ വരിക. അതായത് കടക്കാരൻ തന്നെ സുധിയുടെ സ്റ്റാഫ് വന്നിട്ട് എന്നോട് സുധിയോട് ചോദിക്കുകയാണ്, എന്താ സാർ ഇവിടെ വിഷയം ഉണ്ടെന്നത്, തനിക്ക് വേറെ പണിയൊന്നുമില്ല, താൻ അവിടെ പണി നോക്ക്, ഇവിടെ എന്തിനാ അന്വേഷിച്ച് വരുന്നത് എന്ന് പറയാം. സാർ കസ്റ്റമർ ഇല്ലെങ്കിൽ പുറത്ത് പോയി അന്വേഷിക്കണം, കാരണം അതിനുള്ള തനിക്ക് ശമ്പളം തന്നെ ഇൻസെൻറ്റീവ് തരുന്നതെന്നൊക്കെ പറയുന്ന ടൈമിൽ ഈ ലെറ്റർ കൊടുത്ത ആൾ അവിടുന്ന് എസ്കേപ്പ് അടിക്കുകയാണ്. എസ്കേപ്പ് അടിച്ച് തിരിഞ്ഞ് നോക്കുമ്പോഴേ അയാളെ കാണുന്നില്ല. ഉടനെ സുധി നേരെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരതി നോക്കുക, ആളെ കാണുന്നില്ലല്ലോ, എന്താണെന്നും ആളെ കണ്ടുപിടിച്ചിട്ടുള്ളതെന്നുള്ളൊരു രീതിയിൽ ഓടി വരുമ്പോഴത്തേക്ക് അവിടെ വേറൊരു സ്റ്റാഫ് നിൽക്കുക. അപ്പോൾ ആളോട് ചോദിക്കും, ഏടോ ഇപ്പോൾ ഒരു നീല ബ്ലൂ ജാക്കറ്റ് ഇട്ട ഒരാളെ കണ്ടോ, ഒരു ജിമ്മൻ കണ്ടോ എന്ന് ചോദിച്ചു. സാർ തന്നെ അയാൾ അങ്ങോട്ട് പോയി സാറെന്ന് പറഞ്ഞു. ആണോ, അങ്ങോട്ട് പോയോ, ശരി നോക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ഈ CCTV സർവൈലൻസ് ഇരിക്കുന്ന TV ഉള്ള സ്ഥലത്തേക്ക് പോകണം. ചെന്നിട്ട് എല്ലാ CCTVയുടെ ക്യാമറ നോക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഓരോരുത്തരും കാണുന്നില്ല. അത് കഴിഞ്ഞ് അവിടെ തന്നെ ഇതെന്താ സംഭവം, എന്താ ചെയ്യും, അവനൊന്നും കാണുന്നില്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഓർത്തിക്കുമ്പോഴത്തേക്ക് ആ ലെറ്റർ എടുത്ത് വായിക്കാൻ ആഗ്രഹിക്കും. ആ ലെറ്റർ എടുത്ത് നോക്കുമ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്ന ആയിട്ടുള്ള ഇൻസിഡൻറ്റ് എന്നുള്ളൊരു തലക്കെട്ടോടെ ഒരു ലെറ്ററാണിത്. അതിൽ ഫസ്റ്റ് കൊടുത്തേക്കുന്നത് നിങ്ങളുടെ അമ്മ ആത്മഹത്യ ചെയ്യുന്നു. ഉടനെ അപ്പം തന്നെ സുധിയുടെ നെഞ്ച് തതോ എൻ്റെ അമ്മോ എന്നുള്ളൊരു വിളിയാണ് വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ അനിയൻ കൊലയാളിയാവുന്നു, ദൈവമേ അത് മിക്കവാറും അവൻ എന്നെ കൊല്ലാൻ പോകുന്നത്. കാരണം അവൻ്റെ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അവൻ ഓൾറെഡി എന്നോട് പകയുണ്ട്. കാരണം ഞാൻ ചെയ്ത് കൂട്ടിയായിട്ടുള്ള പല തോന്നിയാസങ്ങൾക്കും അവനാണ് കാരണം, അവൻ എനിക്കെതിരെ നിന്നിട്ടുണ്ട്, അതുകൊണ്ട് അവൻ എന്നെ കൊല്ലും എന്ന് ഉറപ്പും. പിന്നെ മൂന്നാമത് ഞാൻ ആത്മഹത്യ ദൈവമേ എന്നുള്ള രീതിയിൽ സുധി സ്വയം ആശ്ചര്യപ്പെടുകയാണ്, അല്ലെങ്കിൽ പേടിക്കുകയാണ്. അങ്ങനെ ആലോചിക്കും, ഇതെന്താ സംഭവം, ഒരു ലെറ്റർ കൊണ്ടുവന്നതിൻ്റെ ഒരു ക്ഷീണം മാറി തന്നിട്ട് അടുത്ത കുറേ ആഘാതം, കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്, ഇതന്നെ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് എന്നുള്ള അങ്ങനെ ആലോചിച്ചിട്ട് സുധി നിൽക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, ശ്രീകാന്ത് അതൊക്കെയാലും, അതായത് പേടിയോടാണ് സംസാരിക്കുന്നത്, ശ്രീകാന്ത് അതൊക്കെയാലും ആരെ കൊല്ലാൻ പോകുന്നത്, പിന്നെ കൊല്ലുന്ന ആര്, സച്ചി ആരെ കൊല്ലുന്നേ, ഇതെന്താ ഇങ്ങനെ നടക്കുന്നതെന്ന് ആലോചിക്കുക. പിന്നെ അമ്മ ആത്മഹത്യ ചെയ്യുന്നു, പിന്നെ അമ്മയ്ക്ക് അറ്റാക്ക് വരുന്നത്, ഞാൻ ആത്മഹത്യ ചെയ്യുന്നു, ഇതെന്താ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്, ദൈവമേ ഈശ്വര പിന്നെ നീ പരീക്ഷിക്കുവാണോ, ഇതെന്താ സംഭവം എന്നുള്ള രീതി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ തന്നെ ഒന്നും നോക്കാതെ പുറത്തോട്ട് ഇറങ്ങുവാണ്. വേറെ ഒരു കസ്റ്റമറെ വേറെ ഒരു പണി നോക്കാതെ ഈ ആദ്യം പൂണ്ടിട്ട് സുധി പുറത്തോട്ട് ഇറങ്ങിയിട്ട് റോഡിൽ ചെന്നപ്പോഴത്തേക്ക് CCTV കാണിക്കുന്നു. ലെഫ്റ്റിലേക്കാണല്ലോ കാണിച്ചത്. ആ ലെഫ്റ്റിലേക്ക് പോകുന്ന രീതിയിൽ ലെഫ്റ്റിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഒരു ചെറിയൊരു പെട്ടിക്കടയിൽ, അതായത് ചെറിയൊരു ചായക്കട, ചെറിയൊരു ചായക്കടയിൽ നിന്ന് ചായ അടിച്ചുകൊണ്ടിരിക്കുക. ആൾ നിൽക്കുക, ഡോ താനല്ലേ, ഉടനെ പെട്ടെന്ന് ഓടി ചെന്നിട്ട് സുധി അവൻ്റെ കുത്തിന് കയറി പിടിക്കുകയാണ്. കുത്തിന് കയറി പിടിച്ച ഷർട്ടിൻ്റെ, അതായത് ജാക്കറ്റിൻ്റെ കുത്തിന് കയറി പിടിച്ചിട്ട്, താനല്ലേ ഈ ലെറ്റർ തന്നത്, താൻ എന്തിനാ ലെറ്റർ തന്നത്, താൻ എന്തിനാണ് അവിടെ നിൽക്കാൻ പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ തന്നെ ലെറ്റർ തന്നത് സാർ, പിന്നെ ഷർട്ടിൽ നിന്ന് കൈ എടുക്കുക, അല്ലെ ജാക്കറ്റിൽ നിന്ന് കൈ എടുക്കാൻ പറയും. സോറി ഞാൻ കൈ എടുത്താൽ, പക്ഷേ താൻ എന്തിനാ തന്നിട്ട് പോയത്, അല്ല എന്തിനാ ഇതിങ്ങനെ ചെയ്തേ എന്ന് പറയണം, എനിക്കറിയണം എന്ന് പറയണം. ഉടനെ പറയാം, സാർ വേറൊന്നുമല്ല, ഞാൻ പറയാം, പക്ഷേ അല്ല സാറെന്നല്ല, സാറേന്നും വിളിക്കുന്നുണ്ട്, താനെന്നൊക്കെ വിളിക്കുന്നത്, താൻ ഈ എൻ്റെ ചായ കുടിച്ചതിൻ്റെ, ഞാൻ കുടിച്ച ചായൻ്റെ ക്യാഷ് കൊടുക്കണമെങ്കിൽ പറയാമെന്ന് പറഞ്ഞു. താൻ കുടിച്ച ക്യാഷിൻ്റെ ചായ എന്തിനാ ഞാൻ കൊടുക്കുന്നത് എന്ന് സുധി ചോദിക്കുക. തനിക്ക് ഈ ലെറ്റർ തന്ന ആരാന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ കുടിച്ച ചായയുടെ ക്യാഷ് കൊടുക്കണമെന്ന് പറയും. എല്ലാം കൊണ്ടും ഇത് അവശതയാണല്ലോ, എല്ലാം കൊണ്ടും ഓരോ പണിയാണ് വന്നുകൊണ്ടിരിക്കുന്നുള്ളൊരു മനോഭാവത്തിൽ ചെന്നിട്ട് എത്ര ഇയാൾ കുടിച്ച ചായയുടെ എമൗണ്ട് എത്രയാണെന്ന് ആ കടക്കാരോട് ചോദിക്കുന്നത്. 80 രൂപ. ഒരു ചായക്ക് 80 രൂപയോ? ചായ മാത്രമല്ല അവൻ കുടിച്ചത്, ചായയും വടയും പഴംപൊരിയും ബോണ്ടയും പിന്നെ സിഗരറ്റും കൂടെ മേടിച്ചു. ഉടനെ അവൻ്റെ മുഖത്ത് നോക്കി, സമ്മതിക്കണം നിന്നെ, കാരണം ഇത്രയും കൂടെ കുടിച്ചിട്ട് ഒരു ചായയുടെ എമൗണ്ടാന്ന് പറഞ്ഞിട്ട് ഇപ്പം 80 രൂപ കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുവാണല്ലോ എന്നുള്ള രീതി. അങ്ങനെ ചായ കൂടെ കാശ് കൊടുത്തിട്ട് തിരിഞ്ഞുമ്പോൾ നോക്കുമ്പോഴത്തേക്ക് മറ്റൊരു കാണുന്നില്ല.
ആളെ കാണുന്നില്ല. അവൻ പിന്നെയും മുങ്ങി, ആ ജിമ്മൻ പിന്നെയും മുങ്ങി. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവൻ എന്താ ഇവിടെ ഇവിടെ പിടിപ്പുണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ അടുത്ത ഒരാൾ പറയുക, സാർ തന്നെ അവൻ അങ്ങോട്ട് പോയിട്ടുണ്ട്, ഇപ്പം ഇവിടെ നിൽപ്പുണ്ടായിരുന്നു, പക്ഷേ സാർ അവിടെ ക്യാഷ് കൊടുത്ത് തിരിയുന്ന സമയം കൊണ്ട് തന്നെ അങ്ങോട്ട് പോയെന്ന് ആൾ പറയുവാണ്. ഒന്ന് പറഞ്ഞു, ഇവൻ എന്ത് ഇങ്ങനെ കാണിക്കുന്നു, ഇവരെന്താ ഇങ്ങനെ കാണിക്കുന്നു. ഉടനെ ആ കടക്കാരൻ ചോദിക്കുകയാണ്, സാറിന് അയാളെ നേരത്തെ അറിയാമെന്ന് ചോദിക്കുമോ? എനിക്ക് നേരത്തെ ഒന്നും അറിയത്തില്ല, പക്ഷെ അവനെ വന്നിട്ട് എൻ്റെ ഷോറൂമിൽ വന്നിട്ട്, എൻ്റെ ഷോറൂം അപ്പുറത്താണ്, എൻ്റെ ഷോറൂമിൽ വന്നിട്ട് ഈ ലെറ്റർ തന്നിട്ട് പോയി. ഒരു പിടുത്തവും എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടത് നടത്തി ചുമ്മാ ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. ഉടനെ അവനെ കടക്കാരൻ പറയാം, അവനെ സൂക്ഷിക്കണം സാർ, അവൻ ഒരു കള്ളൻ, അവൻ 2 ദിവസം മുമ്പ് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ, അവനൊരു കള്ളനാണ്, അവൻ എന്തും ചെയ്യാൻ മടിക്കാത്ത ആളാണ്, അവനെ സൂക്ഷിക്കണം, അവനെ പേടിക്കണം എന്ന് പറയണം. അയ്യോ ഇതെന്താ സംഭവം ഇങ്ങനെ നടക്കുന്നത്, ഇതെന്താ ഇങ്ങനെ, അവനെ പേടിക്കണമല്ലോ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിപ്പോൾ കള്ളനുമായിട്ടുണ്ട്. ഞാൻ അറിയുന്നതിന് മുമ്പ് തന്നെ അപ്പോൾ ഓൾറെഡി ഒരു ലെറ്റർ തന്നിട്ട് ഇങ്ങനെ എന്നെ പേടിപ്പിച്ചു, അതുകൂടാതെ തന്നെ അവൻ്റെ ക്യാരക്ടറും ഇങ്ങനെ, ഇപ്പം ഞാൻ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ സുധി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് അടുത്തായിട്ട് കാണിക്കുന്നത് നമ്മുടെ ശരത്തിനാണ്. ശരത്തൊരു 10 മണിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ കയറി വരികയാണ് കോളേജിൽ പോയിട്ട്. അതായത് 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കോളേജിൽ ക്ലാസ് കഴിയുന്നത്. പക്ഷേ ശരത്ത് വീട്ടിൽ കയറി വരുന്നത് 10 മണി കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഉടനെ നേരെ വരുമ്പോഴത്തേക്ക് കാണുന്നത് നമ്മുടെ ദേവുവിനാണ്. ദേവുവിനെ കാണുമ്പോഴത്തേക്ക് തന്നെ ദേവു ചോദിക്കും, ഇതെന്താണ് ഇത്ര വൈകിയ നീ, കാരണം ഇത്ര നേരം എവിടെയായിരുന്നു, നിനക്ക് നേരത്തെ വരാനും പഠിക്കാനൊന്നും പറ്റത്തില്ലെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അമ്മയെ വന്ന് നിൽക്കുക. അമ്മ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് അമ്മ ചോദിക്കുക, നീ ശരത്തെ ഇതെന്നെ നീ വന്ന് ഇപ്പം വളരെ താമസമാണല്ലോ വരുന്നത്, ഇതെന്ത് പറ്റി, നിനക്ക് എന്നാ പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ശരത്ത് പറയുവാണ്, ഈ നേരത്തെ പോകാൻ ഇതെൻ്റെ ഓഫീസൊന്നും അല്ലല്ലോ, കാരണം വീടല്ലേ, അപ്പം തോന്നുന്ന രീതി വരുമ്പോൾ തോന്നുന്ന രീതി പോകുന്ന, ഇപ്പം കുഴപ്പം തന്നെ എൻ്റെ സ്വന്തം വീടല്ലേ എന്നുള്ള ഇത് ചോദിക്കും. ഉടനെ ദേവു ഇങ്ങനെ ഇവൻ്റെ ഈ സംസാരം കേട്ടിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊരു സംശയം തോന്നി മണത്ത് നോക്കുമ്പോഴത്തേക്ക് അമ്മ ഏതാണ്ട് ഇവൻ മദ്യം കുടിച്ചിട്ടുണ്ട്, കുടിച്ചോണ്ട് എത്ര താമസിക്കുന്നത്, ഇത് ഇത്ര വൈകിയെന്ന് പറയും. ഉടനെ ശരത്തിനോട് പറയുക, നീ എന്തോ മനോഭാവത്തോടെയാണ് നീ ജീവിക്കുന്നത്, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ പ്രതീക്ഷിച്ചല്ലേ ഈ കുടുംബം നിൽക്കുന്നത്, നീ ഇപ്പോൾ കുടിക്കാനും കാര്യങ്ങളെല്ലാം പോയി കഴിഞ്ഞാൽ ഒന്നാമത് താമസം വരുന്നു, പഠിക്കാൻ പോകുന്നുണ്ടോ, നീ പഠിക്കാൻ പോകുന്നില്ല, നീ പാർട്ട് ടൈം ജോബാന്ന് പറഞ്ഞുള്ള രീതിയിലാണ് നീ ആരെല്ലോട് കൂടിയിട്ട് തോന്നുന്നു ഈ പരിപാടിയെല്ലാം ചെയ്ത് കൂട്ടുന്നല്ലേ. അങ്ങനെ ഒന്നുമില്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അല്ല നീ ചെയ്യുന്നുണ്ട്, നീ അല്ലെങ്കിൽ പിന്നെ ഈ നേരത്തെ വരേണ്ട സമയത്ത് നീ ഇപ്പോൾ ഇത്ര നേരം വൈകി എവിടെ പോയിക്കായിരുന്നു, അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് അമ്മ വന്നിട്ട് നേരെ കോളർ കയറി പിടിച്ചിട്ട്, എൻ്റെ സ്ഥലത്തെ നീ കാരണം കൊണ്ട് ഈ ഒരു സമാധാനം ഇല്ലല്ലോ, കാരണം ഒരു കുടുംബം നിന്നെ പ്രതീക്ഷിച്ച്, കാരണം ബാക്കിയുള്ള 2 പെൺപിള്ളേരെ വല്ലാണ്ട് പഠിപ്പിക്കാതെ നിന്നെ ഫോക്കസ് ചെയ്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നീ കാണിക്കുന്ന നാട്ടിലുള്ള തോന്നിവാസത്തിനെല്ലാം ഞങ്ങൾ സഹിക്കണോ? നിന്നെ പ്രതീക്ഷയിലേക്ക് നാളെ ഞങ്ങളുടെ ഭാവി എന്തായിരിക്കൂടാ, ഞങ്ങളെങ്ങനെ ജീവിക്കൂടാ, നീ ഇപ്പം ഈ കാണിക്കുന്നതായിട്ടുള്ള പരിപാടി കാലത്ത് കുടിക്കുന്നു, കാരണം താമസം വീട്ടിൽ കയറി വരുന്ന ഈ ശീലങ്ങളൊക്കെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും, എങ്ങനെ ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കും, കാരണം നാളെ ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ ആര് നോക്കും, നീ നോക്കുമോടാ, നീ നോക്കുമോ എന്നൊക്കെ ചോദിച്ചു കൊള്ളരുത്, ഇത് ഭയങ്കര ശല്യമായി പോയല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ ശരത്ത് പറയാണ്, ദൈവം പറയാം, നീ പഠിക്കാനൊന്നുമല്ല പോകുന്നത്, നീ രാവിലെ ഇറങ്ങിയിട്ട് കോളേജിൽ പോകുമെന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്, പോയി ആൻറ്റിയുടെ കൂടെ ചേർന്ന് പാർട്ട് ടൈം ജോബ് പറഞ്ഞാൽ ഇടയ്ക്ക് ജോലി പഠിത്തത്തിൻ്റെ ഇടയ്ക്ക് ജോലിയും കൂടി ചെയ്യുക എന്നുള്ള രീതിയിലല്ല നമ്മൾ കരുതിയത്. പക്ഷെ നീ എന്താ കാണിക്കുന്നത്, നീ അവിടെ ചെന്ന് അവൻ്റെ കൂടെ കറങ്ങി വെള്ളം അടിച്ച് ആവശ്യമില്ലാത്ത രീതിയിലുള്ള കൂട്ടും കൂടി, എപ്പം നിൻ്റെ പഠിത്തം എന്താകൂടാ, നീ ഈ സെമസ്റ്റർ അല്ലെങ്കിൽ ഈ വർഷം നീ ജയിക്കുമോ, അല്ലെങ്കിൽ നിൻ്റെ ഈ കരിയർ നീ കംപ്ലീറ്റ് ചെയ്യുമോ എന്നുള്ള രീതിയിലുള്ള കുറേ കുറ്റപ്പെടുത്തലും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ചോദ്യം ചെയ്യുന്നു, കാരണം ഞാൻ ശരത്ത് ചെയ്തതെല്ലാം തെറ്റാണല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ഉടനെ അമ്മ പറയുക, മേലെ കലർത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കരുത്, പറ്റത്തില്ല, കാരണം ഒരു പെണ്ണിനെ കെട്ടിച്ചയച്ചു, അവളുടെ രീതിയിൽ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്, അല്ലാണ്ട് അവൾ രീതി ഇപ്പോഴും നിന്നെ പ്രതീക്ഷിച്ചാണ് ഈ കുടുംബം മുഴുവൻ നിൽക്കുന്നത്, പക്ഷെ നീ കാണിക്കുന്ന എല്ലാം ശുദ്ധ രീതിയിലുള്ള പോക്കൃത്തമല്ല കാണിക്കുന്നത്, എന്താ നിൻ്റെ മനോഭാവം എന്താ ചോദിക്കുമ്പോഴത്തേക്ക് ഉടനെ ശരത്ത് ആ ബാഗ് വലിച്ചു തന്നിട്ട്, ഈ വീട്ടിൽ എനിക്കൊരു സമാധാനം തരത്തില്ല, ഒന്ന് കയറി വരും സന്തോഷത്തോടെ സംസാരിക്കാൻ പ്രവർത്തിക്കാനോ ഓർത്ത് വരുമ്പോഴത്തേക്ക് എനിക്ക് സമാധാനം കിട്ടുന്നില്ല, ഇതാന്നുള്ള രീതി പറഞ്ഞിട്ട് ബാഗ് വലിച്ചൊറ്റയേറെ തലക്കെട്ട് തറയിലോട്ട് ഒറ്റ അടിക്കുക, എന്നിട്ട് തറ അടിച്ചിട്ട് ഇറങ്ങിപ്പോവുക. ഉടനെ അമ്മ പുറകെ പോവുക, ശരത്തെ പോകാതെ, എവിടെ പോവുക, ശരത്തെ പോകാതെ, കാരണം നിൽക്കടാ ശരത്തെ എന്നുള്ള രീതി, ശരത്തെ നിൽക്കുന്നതെന്ന് പറയും. ഉടനെ അത് കേൾക്കാതെ ഉടനെ തിരിച്ച് ദേവിൻ്റെ അടുത്ത് പറയാം, മോളെ ഇവനെന്താ മോളെ കാണിക്കുന്നത്, ഇവനെന്താ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്, അമ്മ എനിക്കറിയത്തില്ല, അമ്മ ഈ ശരത്തിൻ്റെ പോക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല, എന്താണെങ്കിലും ഒരു കാര്യം ചെയ്യും, നമുക്ക് ഇതിന് നല്ല പരിഹാരം കണ്ടേ പറ്റൂ, കാരണം ഞാൻ ശരത്ത് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും,
കാരണം നമ്മൾ പറഞ്ഞ കേൾക്കത്തില്ല. ഇവിടെ 2 പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. അച്ഛനുണ്ടായിരുന്ന അച്ഛനുള്ളപ്പോഴും കേൾക്കുന്നില്ല. പക്ഷേ എന്നാലും ചെറിയൊരു ഭയവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ 2 പെണ്ണുങ്ങളുണ്ടെങ്കിൽ എന്തും കാണിക്കുക എന്നുള്ളൊരു രീതി അവൻ്റെ. ഇതെന്താണ് നമ്മൾ ചേച്ചിയെ വിളിച്ച് പറയണത്? ചേച്ചി വിളിക്ക്, അമ്മ ചേച്ചി വിളിക്കൂ. അയ്യോ വേണ്ട, ചേച്ചി അവളെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുമോ? ഇല്ല വിളിക്ക് കുഴപ്പമില്ല. ചേച്ചി വിളിച്ചത് ഒരു പ്രാവശ്യം ചേച്ചി താക്കീത്, അത് സച്ചിയേട്ടനെ വെച്ച് താക്കീത് ചെയ്തതല്ലേ. അവൻ്റെ കൂട്ട്, അത് ആരുടെ കൂട്ട് വിടുവാണെങ്കിൽ എല്ലാം ശരിയാകും, ചേച്ചി വിളിക്കാൻ. അപ്പോൾ തന്നെ അമ്മ ഫോൺ എടുത്തിട്ട് രേവതിയെ വിളിച്ചിട്ട് രേവതി നോർമലായിട്ട് എന്താ അമ്മ പറയാമേ, കാര്യങ്ങൾ എന്താ അമ്മ അവിടെ എന്താണ് വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് കരഞ്ഞുകൊണ്ട് പറയാം, അമ്മ മോളെ നമ്മുടെ ശരത്തിൻ്റെ പോക്ക് ശരിയല്ലേ മോളെ, അവൻ വളരെ വന്ന് വളരെ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുക, താമസിച്ച് വരികയും വീട്ടിൽ കയറുന്നതെല്ലാം താമസിച്ച് പഠിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതായത് അമ്മ അവനപ്പോൾ അലമ്പാണല്ലേ, കാരണം അവനപ്പോൾ കോളേജിൽ പോകുമ്പോൾ കുഴപ്പമില്ല, അവൻ ആരും കൂടുന്നുണ്ടായിരിക്കും. ചിലപ്പം ഈ പഠിത്തമൊക്കെ കഴിഞ്ഞ് അവന് വേറൊരു ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ശരിയാവെന്ന് പറയുമ്പോഴത്തേക്ക് അമ്മ പറയുക അവനതിന് കോളേജിൽ പോയിട്ട് വേണ്ടേ, കോളേജിൽ പോകുന്നുള്ള രീതിയിൽ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആരുടെ കൂടെ ലോകം കറക്കോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അല്ലാതെ അവൻ നല്ല രീതിയിൽ പഠിക്കണമെന്നുള്ള മനോഭാവം ഒന്നും ഇല്ലെന്ന് പറയും. അമ്മ എന്താ ഈ പറയുന്നത്, കാരണം എന്ന് കഴിഞ്ഞാൽ അവൻ പഠിക്കുമെന്നല്ല നിങ്ങൾ പറയുന്നത്, പഠിക്കുന്നുണ്ടല്ലോ നിങ്ങൾ പറയുമ്പോൾ അമ്മ പറയുക ഇല്ല അവന് പുതിയ ദുശീലങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്, അവൻ ഇന്ന് കുടിച്ചിട്ടൊക്കെയാണ് വന്നത്. എന്താ അമ്മ പറയുന്നത്? നമ്മുടെ ശരത്തിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അവൻ കുറച്ച് നാൾ ഇതൊന്നും ഇല്ലായിരുന്നല്ലോ, അവനെ ഈ ആവർത്തിച്ച് തുടങ്ങുവാണ്, ഇതെന്താ ഈ പറ്റുന്നത്? കാരണം അവനാരും കൺട്രോൾ ഇല്ലാത്ത രീതിയാണ്. അതേ മോളെ എന്താണെന്നറിയത്തില്ല, ഞങ്ങൾക്ക് ആകെ വിഷമമാകുന്നുണ്ട്, എനിക്കാണ് ഒരു നിക്കക്കളിയില്ല. കാരണം അവനെ പഠിപ്പിക്കുകയും വേണം, ഇവിടുത്തെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, കടയിലെ കാര്യങ്ങൾ നോക്കണം, എല്ലാം കൂടി ചെയ്യുമ്പോഴത്തേക്ക് ആകെ ഒരു പ്രാന്താകുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവൻ ഞങ്ങളോട് കാണിക്കുന്നുണ്ട്, നമ്മളോട് കാണിക്കുന്നുണ്ട് ഈ മനോഭാവം എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കൊരു പിടുത്തവുമില്ല. മോളെ എന്തേ ഒന്ന് ചെയ്തേ പറ്റൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ മോളൊരു കാര്യം ചെയ്യും, നാളെ രാവിലെ ഇങ്ങോട്ട് വാ, നാളെ രാവിലെ വന്ന് ശരത്തിനോട് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് ശരത്ത് മനസ്സിലാകും നിന്നെ ഇത്തിരി പേടിയൊക്കെ ഉണ്ട്. കാരണം നീ പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇച്ചിരി നല്ല രീതിയിൽ സംസാരിച്ച് കഴിയുമ്പോൾ നീ പറഞ്ഞ കേൾക്ക്, നീ വാ മോളെ, നാളെ രാവിലെ വന്നിട്ട് അതവനോട് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇല്ലമ്മേ, ശരത്തിനെ കാണുമ്പോൾ എനിക്ക് ആൻ്റണിയെ കാണണം, ആൻ്റണി അവനാണ് എൻ്റെ കൊച്ചിനെ വഴിതെറ്റിക്കുന്നത്, അവൻ കാരണം കൊണ്ടാണ്, അവൻ പാർട്ട് ടൈം ജോബായിട്ട് അവനൊന്ന് ചിന്തിക്കേണ്ട, കാരണം ഈ പഠിക്കുന്ന കൊച്ചാണ്, അവൻ്റെ മദ്യം കൊടുക്കരുത്, മയക്കുമരുന്ന് കൊടുക്കരുത്, അങ്ങനെ രീതിയിൽ നിന്ന് അറിയണ്ടേ, അവൻ അറിയത്തില്ല, അവൻ എന്ത് കാണിക്കുന്നത്, അവന് രാവിലെ ഞാൻ കണ്ടിട്ടുള്ളൂ. മോളെ വേണ്ട മോളെ നീ പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല, കാരണം അവനൊരു ഗുണ്ടയും കാര്യങ്ങളൊക്കെ അല്ലേ, അത് നിന്നോട് ഓൾറെഡി നിന്നോട് പകയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നീ പോകണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് ഇല്ലമ്മ ഞാനത് പോയി കണ്ടിട്ടുള്ളൂ, നീ നാളെ കണ്ടിട്ട് ബാക്കി സംസാരിക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് ശരി മോളെ എന്തെങ്കിലും ചെയ്യും, കാരണം കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവൻ ആരുടെയും കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നീ വാ എന്ന് പറയുമ്പോഴത്തേക്ക് ശരി എന്ന് പറയും. ഉടനെ എന്നിട്ട് കോള് കട്ടാക്കി ദേവനോട് പറയാം, മോളെ എന്തായി തീരും, നാളെ രേവതി മോൾ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഒന്നുമില്ല, ഒന്നും പേടിക്കണ്ട, ഒരു പ്രാവശ്യം പിടിച്ച് അവനെ പോലീസിൽ ഏൽപ്പിച്ചല്ലേ, അത് തന്നെ ഉടനെ അമ്മ പറയാം, അത് തന്നെ എൻ്റെയും പേടി, കാരണം രേവതി മോളെ വണ്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചതിൻ്റെതായിട്ടുള്ള ആ ഒരു പകയും പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം അവൻ്റെ മനസ്സിലുണ്ട്, ആൻറ്റിയുടെ മനസ്സിലുണ്ട്, അതുകൊണ്ട് നമ്മുടെ കൊച്ചിന് എന്തെങ്കിലും പറ്റുമോ? ഇല്ലമ്മ ഒന്നും പറ്റത്തില്ല, കാരണം സച്ചിയേട്ടൻ്റെ പെണ്ണ, അവൻ എന്തെങ്കിലും ആൻ്റണി എന്തെങ്കിലും തെറ്റായിട്ട് ബിഹേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവനെ തീർത്ത് കളയും. അതുകൊണ്ട് ആൻ്റണിക്ക് നല്ല പേടി കാണും സച്ചിയേട്ടനെ, അതുകൊണ്ട് പേടി വേണം, നല്ല പേടിയുണ്ട്, അതുകൊണ്ട് അമ്മ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, അമ്മ ആ കേസ് വിട്ടേക്ക്, കാരണം കഴിഞ്ഞാൽ അത് സച്ചിയേട്ടൻ്റെ അനുസരിച്ച് നോക്കിയോളും, എങ്ങനെയാണല്ലോ നമ്മുടെ കൊച്ചിന് നമ്മുടെ ശരത്തിന് നമുക്ക് തിരിച്ച് കിട്ടിയേ പറ്റൂ, ഇതിങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല, അവൻ നാളെ ചേച്ചി പോയി ചോദിക്കട്ടെ, ചേച്ചി പോയി ചോദിച്ചിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടാക്കി നമ്മുടെ സച്ചിയേട്ടനും ഇടപെട്ടോളും, കുഴപ്പമൊന്നുമില്ല, ഒന്നും പേടിക്കണം, അമ്മ പേടിക്കേണ്ട, വിഷമിക്കേണ്ട, എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ വിഷയങ്ങളുണ്ടെങ്കിൽ ശരത്തിനും കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ, കാരണം കൂടെ നിൽക്കുന്നവർ കൂടെ നിൽക്കുന്നവർ ആത്മാർത്ഥമുള്ളവരാണ് നിൽക്കുന്നതെന്ന് അറിയാൻ പറ്റത്തുള്ളൂ, കാരണം കഴിഞ്ഞാൽ അപ്പം ശരത്തിനെ അവന്മാർ കൂട്ടുമില്ലെന്ന് അറിയാൻ പറ്റുമല്ലോ, ശരത്ത് അവൻ്റെ വിടുന്നു, ആന്റണിനെ വിട്ടാൽ തന്നെ പകുതി ആശ്വാസം കിട്ടും ശരത്തിന്, അവൻ്റെ കുടിയും വരിയും എല്ലാം അപ്പം തന്നെ ഒരു ബാഗ് വലിച്ചെറിഞ്ഞപ്പോൾ തന്നെ ബാഗ് എങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഒരു സിഗരറ്റിൻ്റെ പാക്കറ്റും കൂടെ ദേവുവിന് കിട്ടുന്നുണ്ടായിരുന്നു. അതെടുത്തിട്ട് പറയുവാണെന്ന് അമ്മ അവൻ വലിയും കൂടെ തുടങ്ങിയിട്ടുണ്ട്, ഈ സ്വഭാവം എല്ലാം നിർത്തിച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ രേവതി മോൾ ദേവു പറയുന്നുണ്ട്. ശരി മോൾ എന്താണെങ്കിലും നാളെ പോയി രേവതി മോൾ സംസാരിക്കട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് എന്താണെന്ന് തീരുമാനിക്കാം, നാളെ തന്നെ തീരുമാനം എത്തിക്കുമല്ലോ എന്നുള്ള രീതി പറഞ്ഞു വെക്കുന്നുണ്ട്. അവിടെയാണ് ഇപ്പോൾ നമ്മുടെ അമ്മയും മോളും തമ്മിലുള്ള സംഭാഷണം നമ്മൾ ലാസ്റ്റ് കാണുന്നത്. അടുത്ത കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രവത്താണ്. നമ്മുടെ നമ്മുടെ സച്ചി കാറുമായിട്ട് നേരെ വന്ന് നിർത്തി കഴിയുമ്പോഴത്തേക്ക് അകത്തോടെ കയറി ചെല്ലുമ്പോഴത്തേക്ക് രേവതിയുടെ മുഖത്ത് ആകെ വിഷമവും പ്രശ്നങ്ങളും എന്തോ ഭയങ്കര ഇറിറ്റേഷനായിട്ട് നിൽക്കുകയാണ്. എന്താ രേവതി പറ്റിയേ? അമ്മ വല്ല വാള് വെച്ചോന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറയാം, അതിന് നിങ്ങളുടെ അമ്മ വാള് താഴെ വെച്ചിട്ട് വേണ്ടേ, എപ്പോഴും വാളുമായിട്ട് എൻ്റെ നേരെയല്ലേ നിൽക്കുന്നത്.
നിൽക്കുന്നത്. അതുകൊണ്ട് അതൊന്നുമല്ല കാരണം. അപ്പം ഉടനെ പറയാം, അമ്മ ഒരു വാൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നീ ഒരു പരിചയമെങ്കിലും വെക്കട്ടെ, നീ തിരിച്ചൊരു വാൾ വെക്കണം, അങ്ങനെ വെച്ചാൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ പറഞ്ഞില്ല എന്താ അതിൻ്റെ വേറെ വിഷയം എന്ന് പറയുമ്പോൾ, ഇപ്പം നിങ്ങളുടെ അമ്മയല്ല, ഉടനെ രേവതി പറയാം, ഇപ്പോൾ നിങ്ങളുടെ അമ്മയല്ല വിഷയം, എൻ്റെ അനിയനായ വിഷയം. അവന് ആവശ്യമില്ല ദുശീലങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട്, അവനെ പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല, അവൻ പിന്നെയും തുടങ്ങിയിട്ടുണ്ട്, വീട്ടിൽ സമാധാനമില്ല. അമ്മ ഇപ്പം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ദൈവവും അമ്മയും ഭയങ്കര കരച്ചിലൊക്കെയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അവർക്കൊന്നും അറിയത്തില്ലെന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ അട്ടഹസിച്ചിരിക്കുകയാണ് നമ്മുടെ സച്ചി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഒരുപാട് ഗുണദോഷിക്കുകയും പ്രശ്നങ്ങളൊക്കെ നിന്ന് മാറ്റാൻ വേണ്ടി നമ്മുടെ സച്ചി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല. അപ്പോൾ അട്ടഹസിച്ചിരിക്കുമ്പോഴത്തേക്ക് രേവതി ചോദിക്കും, നിങ്ങൾക്ക് എന്നെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, നിങ്ങൾ തന്നെ ഇപ്പോൾ കളിയാക്കുന്നത്, ഞാനൊരു വിഷമം പറയുമ്പോൾ നിങ്ങളത് ഓർത്ത് ചിരിക്കുകയാണ് ചെയ്യുന്നത്, അത് ചിരിച്ച് തള്ളാത്ത കാര്യങ്ങൾ അതിൻ്റെ ഗൗരവം നിങ്ങളൊന്ന് മനസ്സിലാക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് ഗൗരവം മനസ്സിലാക്കാൻ, ഞാനിപ്പോൾ പോയി നിൻ്റെ അനിൻ്റെ കൈ ഒടിക്കണോ? കാരണം ഒരു പ്രാവശ്യം കൈ ഒടിച്ചപ്പോൾ നീ അമ്മയും മോളും ചേർന്ന് എൻ്റെ തലയിൽ കയറിയല്ലോ. കാരണം ഞാൻ എന്നാ കാണിച്ചതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് എതിർത്ത് നിൽക്കത്തുള്ളൂ, നിങ്ങൾ ആ എതിർത്ത് നിൽക്കേണ്ട കാര്യമില്ലായിരുന്നു. കാരണം ഞാൻ പറയുന്നത് കാര്യങ്ങൾ നിനക്കത് അന്ന് ബോധ്യമില്ല, ഇപ്പോൾ ബോധ്യപ്പെടുന്നുണ്ടല്ലോ. കാരണം എന്ന് കഴിഞ്ഞാൽ ഈ ആൻ്റണിയോടുള്ള സവകാശം, ആ ആൻ്റണിയുമായിട്ടുള്ള കൂടിക്കഴിഞ്ഞാൽ തന്നെ ജീവിതം പോകും. അത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അത് നിൻ്റെ അനിയൻ എന്നെ മനസ്സിലാത്ത, നിൻ്റെ അനിയന് അത് പിന്നെയും അതിലേക്ക് വന്നിട്ട് കുഴി ചാടിക്കഴിഞ്ഞ് ഇപ്പം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. അവൻ പാർട്ട് ടൈം ജോബാന്ന് പറഞ്ഞിട്ട് പഠിക്കാൻ പോകുന്നില്ല. എനിക്കറിയാം, രാവിലെ ഞാൻ അവനെ കണ്ടതാണ്, മദ്യവും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടതാണ്. ഞാൻ കുറച്ച് ഉപദേശം കൊടുത്തു, എന്നിട്ട് അവൻ കേട്ടില്ല, നമ്മളെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് പോയതാണ്. ഇപ്പം അവൻ മദ്യം മാത്രമാണെന്നുകൊണ്ട് നാളെ അവൻ എന്തൊക്കെ ചെയ്യുന്നറിയോ? നാളെ അവൻ കഞ്ചാവും മയക്കുമരുന്നും എല്ലാം ഉപയോഗിക്കും. അത് കഴിഞ്ഞ് പിന്നെ രാസലഹരി എല്ലാം, പിന്നെ അതിന് മേലെ വരാനിരിക്കുന്നുള്ളു. അങ്ങനെ രീതി പറയുക, അതുക്കും മേലെ വരാനിരിക്കുന്നുള്ള മോളെ നോക്കുക, അതായത് വെയിറ്റ് ചെയ്ത് നോക്കാം മോളെന്ന് പറയുമ്പോഴത്തേക്ക് രേവതി പറയാം, ചേട്ടാ ശവത്തിന്മേൽ കുത്തരുത്, എന്നെ പിന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കരുത്. എന്താ ചെയ്യാനാ, ഞാൻ എന്നാ ചെയ്യാനാ? നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാനും കൂടുതലായിട്ട് നിൻ്റെ കൂടെ നിന്ന് ആ കുടുംബം രക്ഷപ്പെടുത്താൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷേ ആ ഒരുത്തൻ, അത് ശരത്ത് സമ്മതിക്കത്തില്ലോ, അവൻ്റെ രീതിയിൽ ജീവിക്കുമല്ലേ, പിന്നെന്താ ചെയ്യാനാ ഞാൻ? അപ്പം നീ ഒരു കാര്യം ചെയ്യും, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാൻ കുളിച്ചിട്ട് വരാം, പെട്ടെന്ന് നീ ഫുഡ് എടുത്ത് വെക്ക് എന്ന് പറഞ്ഞിട്ട് ശരത്ത് അങ്ങോട്ട് സച്ചി അങ്ങോട്ട് പോകണം. ഉടനെ നമ്മുടെ രേവതി ഇങ്ങനെ തിരിഞ്ഞ് നിന്നിട്ട് ആലോചിക്കണം, ഇതിങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല. കാരണം എൻ്റെ അനിയനെ രക്ഷപ്പെടുത്തിയേ പറ്റൂ. എൻ്റെ അനിയൻ എങ്ങനെ പോയ ശരിയത്തില്ല, ആ കുടുംബം ആ ശരത്തിനെ ഉദ്ദേശിച്ച് മാത്രം ജീവിക്കുന്നത്. ആൻ്റണിക്കെതിരെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. കാരണം നാളെ തന്നെ ആൻ്റണിയുടെ പരിപാടി തീർക്കും ഞാൻ, ആൻ്റണി ഞാൻ ഇന്ന് കണ്ടിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ അങ്ങനെ ചിന്തിച്ച് അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സീനാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കാണിക്കുക നമ്മുടെ സുധീനെയാണ്. സുധി കിടന്നിട്ടാണ് ഉറക്കം വരുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞെല്ലാം കിടക്കുവാണ്. കാരണം എന്താ, രാവിലെ കിട്ടിയ ആ ഒരു ലെറ്റർ കണ്ടിട്ട് അയാളുടെ ഉറക്കവും സമാധാനവും എല്ലാം പോയി, മനസ്സമാധാനം എല്ലാം പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി സൂപ്പറായിട്ട് കിടന്നുറക്കുക, കൂർക്കൊക്കെ വലിച്ചെല്ലാം സൂപ്പറായിട്ട് കിടക്കുക. ഒയ്യോ, ഉറക്കമൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മളെ ചവിട്ടി കീറാൻ തോന്നും, അത്ര രീതിയിലുള്ള ഉറക്കമാണല്ലോ. മനുഷ്യൻ്റെ മനസ്സമാധാനം പോയി. ഇവിടെ എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യുന്നൊക്കെ ആലോചിച്ചിട്ട് ദൈവം എന്തിനാ എന്നോട് ഈ പരീക്ഷണം എന്നൊക്കെ ഓർത്തിട്ട് എഴുന്നേറ്റിട്ട് ആ പോക്കറ്റിൽ നിന്ന് ആ ലെറ്റർ എടുക്കുക. അതായത് ഊടിലും ഉറക്കത്തിലും അല്ല ബാത്റൂമിലും എവിടെ പോയാലും ഇപ്പോൾ ആ ലെറ്റർ കൊണ്ട് നടക്കുകയാണ്. എന്ത് സംഭവിക്കാൻ പോകുന്ന ഒരു പിടുത്തമില്ല. കാരണം ഒരു പ്രാവശ്യം ഒരു ലെറ്റർ കിട്ടിയിട്ട് അവൻ ഷർട്ടൊക്കെ മാറി പുതിയൊരു അങ്ങനെ ഐശ്വര്യം ഉണ്ടാകത്തുള്ള രീതിയിലൊക്കെയാണ് ഇപ്പോൾ കൊണ്ട് നടക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത് പറയുമ്പോഴത്തേക്ക് വലിയ സംഭവമല്ലേ, അതായത് മരണവും കൊലപാതകവും ആത്മഹത്യയും എല്ലാമൊക്കെയാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഉടനെ ഈ ലെറ്റർ എടുത്ത് വെച്ചിട്ട് ശ്രുതി ഇങ്ങനെ ആലോചിക്കും, ഇതെന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടത്, അയ്യോ എനിക്കൊരു എത്തുമ്പടിയും കിട്ടുന്നില്ലല്ലോ, ഞാൻ മരിക്കുമോ, ഞാൻ ആത്മഹത്യ ചെയ്യുമോ, അമ്മയ്ക്ക് അറ്റാക്ക് ഉണ്ടാവോ, എൻ്റെ അനിയൻ കൊലപാതകമാവുമോ, ദൈവമേ ഇതെന്താ എന്ത് ഇതിലെന്തെന്ന് പരിഹാരം കാണല്ലോ, ആരോടെങ്കിലും പറയണമല്ലോ എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ചിട്ട് നടത്തേണ്ട സൈഡിലേക്ക് അത് ഇവളോട് പറഞ്ഞു, അയ്യോ പറ്റിയ ആളെ ഇവളത് പറഞ്ഞാൽ ശരിയാകത്തില്ല, എന്തായാലും എന്തിനാ നമുക്കൊരു കാര്യം ചെയ്യാം, അമ്മയടുത്ത് പറയാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് അമ്മേനെ ഫോൺ വിളിക്കണം. അമ്മ ഫോൺ വിളിക്കുക, എന്താണ് ഈ രാത്രി ഫോൺ വിളിക്കുന്നത്, നിനക്ക് ഉറക്കമൊന്നും ഇല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, അമ്മ എനിക്കൊരു അത്യാവശ്യം ഒരു കാര്യമുണ്ട്, എന്താണ് രാവിലെ പറയാം, നീ നേരത്തെ തന്നെ കണ്ടല്ല, അപ്പോൾ പറയത്തില്ലായിരുന്നു. അല്ല അമ്മ ഇപ്പോൾ പറയണേ, എനിക്ക് പറഞ്ഞേ, പെട്ടെന്ന് പുറത്ത് പറയാം, എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഉറങ്ങണമെന്ന് പറയുന്നത്, ഇല്ലമ്മ വന്നേ പറഞ്ഞേ പറ്റുമോ എന്ന് പറഞ്ഞു. ഉടനെ അത് കഴിഞ്ഞ് അമ്മയും മോനും തമ്മിൽ കാണുവാണ്. ഹാളിൽ വെച്ച് കാണുമ്പോഴത്തേക്ക് പറയാം, അമ്മ എനിക്കൊരു കാര്യം പറയണേ, എന്താണ് നിനക്ക് ഈ പാതിരാത്രി പറയാനുള്ളത്, ഇത്ര നേരം എവിടെയായിരുന്നു സമയം, നിനക്ക് നേരത്തെ കണ്ടതല്ല നിന്നെ ഞാൻ, പിന്നെ എന്തിനാ ഇപ്പോൾ പറയുന്നത്, അമ്മ ഒരു സംഭവം ഉണ്ട്, ഇത് കണ്ടമ്മ, ഇതൊന്ന് വായിക്കമ്മ എന്ന് വായിക്കുമ്പോഴത്തേക്ക് അമ്മ ആദ്യത്തെ അമ്മ ഹെഡിങ് വായിക്കും, നിൻ്റെ ജീവിതത്തിലേക്ക് വരാൻ നിൽക്കുന്ന സംഭവങ്ങൾ എന്ന് വായിച്ചിട്ട് അടുത്ത വായിക്കുന്ന പറയുമ്പോഴത്തേക്ക് നിൻ്റെ അമ്മ ആത്മഹത്യ ചെയ്തു. നിൻ്റെ അമ്മ ആത്മഹത്യ ചെയ്തു എന്ന് വായിച്ച് തീരുമ്പോഴത്തേക്ക് തന്നെ ചന്ദ്രപതി ആ പേപ്പർ താഴെ ഇട്ടിട്ട് ഞെട്ടിത്തെറിച്ചു. അയ്യോ
പേടിച്ചങ്ങോട്ട് പേടി പറിച്ച് ഇതെന്താ എനിക്ക് ഇങ്ങനെ കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്നിട്ട് അമ്മ അതാ സംഭവം ഇതാ ഒരു ലെറ്റർ ഒരാളിന്ന് രാവിലെ എടുത്തുകൊണ്ട് കൊണ്ട് തന്നതാ എന്നെ പേടിപ്പിക്കുന്നത് ഇന്ന സംഭവം എനിക്ക് അറിയത്തില്ല ഇത് കണ്ടോ നേരത്തെയാണ് ഒരു ലെറ്റർ കൊണ്ട് വന്നിട്ടാണ് ഞാൻ ഷർട്ട് മാറിയൊക്കെ നടക്കുകയാണ് ഇപ്പോൾ അതുപോലെ അല്ലല്ലോ ഇതാണ്ട് ഇത് കണ്ടോ ഇതൊന്ന് നോക്കിയെന്നുള്ള രീതി പറയണം അപ്പോൾ അമ്മ പറയുക അടുത്ത പിന്നെ അമ്മ എടുത്ത് വായിക്കുമ്പോഴത്തേക്ക് നിൻ്റെ അനിയൻ കൊലപാതകയാകും നീ ആത്മഹത്യ ചെയ്യും എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് ഇതെന്താ ഇങ്ങനെ എന്നുള്ള രീതി ഇതെന്താണ് ഇങ്ങനെ ഇത് സംഭവം എന്താ നിനക്ക് മാത്രമാണ് ഈ ലെറ്ററും കാര്യങ്ങളൊക്കെ അതേമ്മ എനിക്ക് മാത്രമാണ് ലെറ്റർ കിട്ടുന്നത് എനിക്ക് അറിയത്തില്ല ഇതെന്താ സംഭവിക്കുന്നത് ആരൊക്കെ കിടന്ന് കളിക്കുന്നുണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുമോ എന്ന് പറയുമ്പോഴത്തേക്ക് പറയും എന്ത് ചെയ്യാനാ ഒന്നും ചെയ്യാനൊന്നുമില്ല നീ ആവശ്യമില്ലാത്ത ചിന്തിച്ച് കൂട്ടണ്ട നീ പോയി കിടക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അമ്മ ഇതിൽ എന്തെങ്കിലും പരിഹാരം പറ്റത്തുള്ളൂ പറയും ഇതാരെ ലെറ്റർ തന്നെ അറിയത്തില്ല ആരെ ലെറ്റർ എന്ന് അറിയത്തില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തൻ രാവിലെ കടയിൽ വന്നിട്ട് ഇങ്ങനെ ഈ ലെറ്റർ തന്നിട്ട് പോവുകയാണ് അവനൊരു കൊലപാതകയും പിടിച്ചു പറിക്കാനും കള്ളനൊക്കെ ആണെന്ന് അവനെ അറിയാവുന്നവരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് അപ്പോൾ അതും കൂടെ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര പേടിയാവുന്നുണ്ടെന്ന് പറയുമ്പോൾ അമ്മ ഇതെന്ത് സംഭവിക്കാൻ പോകുന്നത് എന്ത് സംഭവിക്കാൻ നീ ആവശ്യമില്ലൊന്നും ചിന്തിക്കേണ്ട അപ്പോൾ ചന്ദ്രമതിക്കാണെങ്കിൽ പേടി കൊണ്ട് പറിച്ചിട്ട് വയ്യ അപ്പോൾ എന്ത് ചിന്തിക്കുക അമ്മ ഇതിപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്നത് അമ്മ ഞാൻ അതൊരു കാര്യം പറ്റേ ഇതിപ്പോൾ മിക്കവാറും ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ആയിരിക്കും നടക്കുന്നത് നീ എന്താ ഉദ്ദേശിക്കുന്നത് അമ്മ ഒരു രാത്രി കൂരിട്ടിട്ടുള്ള രാത്രി ആ കൂരിട്ടിട്ടുള്ള എങ്ങും നിശബ്ദത പിന്നെ പട്ടി ഓലിയിടുന്നു കുറുക്കം ഓലിയിടുന്നു അങ്ങനെ ഭയങ്കര രീതിയിൽ കുറുക്കം കൂവുന്നു അങ്ങനെ രീതിയിൽ ഭയങ്കര ഒരു മനോഭാവത്തിൽ ഭയങ്കര സൗണ്ട് കേട്ട് ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ആ സമയത്ത് നമ്മുടെ വീട്ടിലെല്ലാവരും കിടന്നുറങ്ങുന്നു ഒരു കള്ളൻ കതക് കുത്തി തുറന്ന് അതായത് കള്ളത്താക്കോലിട്ട് കുത്തി തുറന്ന് അകത്ത് കയറുവാണ് അകത്ത് കയറി എങ്ങനെ പതിയെ വന്ന് അച്ഛൻ്റെ റൂമിൽ വന്നിട്ട് അച്ഛൻ്റെ കുടൽമാലയെല്ലാം പുറത്ത് ചാടിച്ച് അച്ഛനെ കൊല്ലുവാണ് അച്ഛനെ കൊന്നെന്ന് പറയുമ്പോഴത്തേക്ക് എടാ സ്തുതി നീ എന്താ പറയുന്നേ അതായത് ചന്ദ്രമതി ഞെട്ടി വരയ്ക്കാണ് അങ്ങനെ ഉടനെ ഇത് കണ്ടുടനെ സ്തുതി അടുത്ത് പറയുക ഇത് കണ്ട് നിൽക്കാൻ പറ്റാതെ അമ്മയ്ക്ക് അറ്റാക്ക് വന്ന് അമ്മ പെട്ടെന്ന് മരിച്ചു വീഴുകയാണ് അതിൻ്റെ പുറകെ ഈ സൗണ്ടല്ല ഇവിടുത്തെ സൗണ്ടല്ല അങ്ങോട്ടും ഇങ്ങോട്ടില്ല എല്ലാവരും കരയുന്നതും കൂവുന്നതും കാറുന്നതും എല്ലാം സൗണ്ട് കേട്ടിട്ട് ഉടനെ സച്ചി ചാടി വന്നിട്ട് അങ്ങോട്ടും ഈ കള്ളനായിട്ട് ഓടിച്ച് കഴിയുമ്പോഴത്തേക്ക് കള്ളൻ നേരെ വന്നിട്ട് പുറത്തോട്ട് ഓടും സച്ചി അതിന് പുറകെ ഓടി സച്ചി അവനെ പിടിച്ച് ലാസ്റ്റ് പിടിച്ചിട്ട് നല്ല ഇടിയിടിച്ചിട്ട് അവൻ്റെ അടുത്തിരിക്കുന്ന കത്തി തന്നെ മേടിച്ചിട്ട് അവനെ കൊല്ലുകയാണ് ഇത് കണ്ടുകൊണ്ട് ഞാനിത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞാൻ ഹാളിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് എൻ്റെ ശ്രുതി ഈ ഒച്ചയും കേട്ടിട്ട് മേലെ മുളത്ത് നിലം താഴോട്ട് വന്ന് കോടിപ്പണി ഇറങ്ങി സ്പീഡ് വന്നപ്പോഴത്തേക്ക് കാല് തെറ്റി അവളെ തലയിടിച്ച് അവൾ മരിച്ചു കഴിയുമ്പോഴത്തേക്ക് ഈ ആഘാതം താങ്ങാനാകാതെ അയ്യോ എൻ്റെ ശ്രുതി മരിച്ചല്ലോ എന്നുള്ള ആഘാതം താങ്ങാനാകാതെ ഞാനും അപ്പോൾ ആത്മഹത്യ അങ്ങനെ ഈ കുടുംബത്തിലുള്ള എല്ലാവരും മരിക്കും അമ്മേ അങ്ങനെ ആയിരിക്കും സംഭവിക്കാന്ന് പറഞ്ഞു ഉടനെ പെട്ടെന്ന് ചന്ദ്രമതി ഇനി എന്ത് ആവശ്യമില്ലാതെ ചിന്തിച്ചു കൂട്ടെന്ന് പറഞ്ഞ് അവനിട്ട് ഒറ്റ അടി പഠിച്ചു കൊടുക്കുകയാണ് ചെവിക്കലിൻ്റെ അടി കൊടുത്തിട്ട് പിന്നെ അവൻ്റെ ദേഹത്തൊക്കെ ശ്രുതിയുടെ ദേഹത്തൊക്കെ അടിക്കുന്ന ഒരു സീനാണ് അതായത് ഒരു തമാശ പട്ടിയിൽ അടിക്കുന്നതാണ് ഒരു ലാളന രീതിയിൽ ലാളെന്ന് പറഞ്ഞാൽ ഒരു ചിരിച്ചുകൊണ്ടല്ല കാരണം ഇത് ഒരു തമാശ പറ്റി അടിച്ചുകൊണ്ടിരിക്കുന്ന സീനാണ് നമ്മൾ കാണാൻ കഴിയുന്നത് ഇതാണ് ഇന്നത്തെ വിശേഷം ഇതാണ് ഇവിടെ അവസാനിക്കുന്നതാണ് ആയതിനാൽ വ്യൂസ് നിങ്ങളോട് ഒരിക്കൽ കൂടി പറയുന്നു ഈ ചാനൽ ഇപ്പോൾ തുടങ്ങിയതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും വിലയേറിയ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് അതിനാൽ കൂടുതലായിട്ട് നല്ല നല്ല വിശേഷങ്ങൾ ഞാൻ നിങ്ങളടുത്ത് കൊണ്ടുവരുന്നതാണ് അതിനാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം പിന്നെ ലൈക്ക് അടിക്കണം ഹൈപ്പ് ബട്ടൺ എല്ലാം പ്രസ് ചെയ്യണം അതിനാൽ കൂടുതലായിട്ട് നിങ്ങളുടെ ഓരോരുത്തരെ സപ്പോർട്ട് ഞാൻ ചോദിക്കുന്നത് വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ നല്ല നല്ല വിശേഷം ഞാൻ ഇടാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഇന്ന് നിങ്ങളുടെ ഇവിടെ പറയുന്നു സൈനിങ് ഓഫ്.